5 രൂപയുടെ ബൂസ്റ്റ് ഉണ്ടെങ്കിൽ ക്രീമോ വിപ്പിംഗ് ക്രീമോ ഒന്നുമില്ലാതെ നല്ല രുചിയുള്ള ഐസ്ക്രീം ഉണ്ടാക്കാം. അതും വെറും 10 മിനിറ്റിൽ ഉണ്ടാക്കാം. ഒരു പാനിലേക്ക് നമുക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ പാലാണ്, ഒരു പാക്കറ്റ് പാലില്ലേ അത്. ഇനി അതിന് കുറച്ച് പാലെടുത്ത് മാറ്റുന്നുണ്ട്. ഒരു 2 തവിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചൂടാകാത്ത പാലിൽ വേണം കേട്ടോ കോൺഫ്ലോർ ഇടാനായിട്ട്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പാല് തിളച്ച് വരട്ടെ. പാലിലേക്ക് നമുക്കൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതാ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും കോൺഫ്ലോർ ഒഴിക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്, ഇല്ലെങ്കിൽ അടിയിൽ സെറ്റിൽ ഡൗൺ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. അത് തിളച്ച് വരുന്നുണ്ട്. തിളയ്ക്കുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നത്. പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഉപ്പ് ചേർക്കുന്നതെന്ന്. അപ്പോൾ അത് ഒന്ന് കുറുകിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കുറുക്കി കളയണ്ട, ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. അത് മതി. ഓഫാക്കിയിട്ടുണ്ട്. ഓഫാക്കിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ഇളക്കി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇനി അതൊന്ന് തണുത്ത് വരട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഫ്രീസറിൽ ഒരു 2 മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെക്കുമ്പോഴത്തേക്കും ഈ ഒരു കൺസിസ്റ്റൻസി ആവും കേട്ടോ. ഒരുപാട് അങ്ങ് തിക്കായിട്ടില്ല, എന്നാൽ തിക്കായിട്ടുണ്ട്. അത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ആണിപ്പൂവൻ പഴമാണ് കേട്ടോ. ചെറിയ നല്ല മധുരമുള്ള പഴമില്ലേ, അതാണ്. അത് ചേർക്കുമ്പോൾ അത് നടുകെ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ സീഡ് ഒന്ന് എടുത്ത് കളയുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടും. ചേർത്തെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, എന്നാലും കളയാണ് നല്ലത്. മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വേറെ പഴങ്ങളൊന്നും ചേർക്കരുത്. റോബസ്റ്റയോ നേന്ത്രപ്പഴമോ മൈസൂർ പഴമോ ഒന്നും ചേർക്കരുത്. ഈ പഴം തന്നെ ചേർക്കണം. നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. പഴത്തിൻ്റെ ഫ്ലേവർ ഒന്നും വരില്ല, പക്ഷേ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തേക്കാം. അപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് ഇങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലൊഴിച്ച് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 4-5 മണിക്കൂർ ഫ്രീസറിലിരുന്ന് നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് വരട്ടെ. അതിപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മുറിച്ചെടുക്കാം. ഈ ഒരു ഐസ്ക്രീം നമ്മൾ പണ്ട് കാലത്ത് ഉണ്ടാക്കുന്ന കേട്ടോ. ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഞാനും അനിയനും കൂടി ഉണ്ടാക്കുന്ന ഒരു ഐസ്ക്രീമാണ്. കാരണം നമുക്ക് അന്ന് വിപ്പിംഗ് ക്രീമോ ക്രീമുകളോ ഒന്നുമില്ല, ഈ പാലൊക്കെ തന്നെയുള്ളൂ. ആ സമയത്ത് ഉണ്ടാക്കുന്ന ഒരു ഐസ്ക്രീമാണ് ഇത്. നല്ല ടേസ്റ്റി ആയിരുന്നു. അന്നും ഇഷ്ടത്തോടെ കഴിക്കും, ഇന്നും അത് ഇഷ്ടത്തോടെ കഴിക്കും. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ ബട്ടർ ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല, അത് വളരെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കുന്ന ഒരു ഐസ്ക്രീമാണ്, അതുകൊണ്ടാണ്. ചേർത്താൽ കുറച്ചൊരു നല്ലൊരു ഫ്ലേവർ കിട്ടും. നല്ല കട്ടിയായിരിക്കുന്ന ഐസായിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സി ചൂടായി പോകരുത്. നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റാക്കി വേണം അരച്ചെടുക്കാൻ. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. നമ്മളിതിന് ബൂസ്റ്റിൻ്റെ ഒരു ഫ്ലേവറും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ വേറൊരു ഫ്ലേവറിലേക്ക് വരും ഐസ്ക്രീം. ഇപ്പോൾ ഞാൻ 5 രൂപേൻ്റെ ഒരു പാക്കറ്റായിട്ട് കൊടുക്കുന്നത്. ഇത് മുഴുവനും വേണ്ട, നമുക്ക് ആകെ 1 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ എടുത്ത് മിക്സിയുടെ ജാറിലേക്കിട്ട് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കിയാൽ മതി. മിക്സിയിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. അതിങ്ങനെ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മാത്രം മതി. അപ്പോൾ അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തരികൾ ഇങ്ങനെ ബൂസ്റ്റിൻ്റെ ഇങ്ങനെ കിടക്കുമല്ലോ. അപ്പോൾ ഇതെന്താ സംഭവം ഒന്നും മനസ്സിലാവില്ല. അത് ഇളക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് എയർ ടൈറ്റായിട്ടൊന്ന് അടച്ച് ഫ്രീസറിൽ വയ്ക്കാം. ക്ലിംഗ് റാപ്പ് ഉണ്ടെങ്കിൽ ക്ലിംഗ് റാപ്പ് വെച്ച് നന്നായിട്ട് അടച്ചു വെച്ചാൽ മതി. ഫ്രീസറിൽ ഐസ് ക്രിസ്റ്റൽസ് ഒക്കെ ഫോം ചെയ്യുന്ന ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. നല്ല കട്ടിയാക്കി എടുക്കണം. ഇപ്പം നല്ല ചൂടാണ്. അപ്പോൾ ഫ്രീസറിൻ്റെ തണുപ്പൊന്ന് കൂട്ടിയിട്ട് കൊടുത്താൽ നല്ല കട്ടിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. നമുക്ക് എടുത്ത് നോക്കാം. നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മളിത് കുറച്ച് സമയം പുറത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇവിടുത്തെ ചൂടിന് നമ്മളൊന്ന് കമത്തിയിട്ടാൽ തന്നെ അതങ്ങ് ഇളകി വന്നോളും. ഇളകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ബൂസ്റ്റ് ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടി. നമുക്ക് കട്ട് ചെയ്യാം. നല്ല സ്മൂത്തായിട്ട് കട്ടായി വരുന്നുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അടിപൊളി. അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ. ചൂട് ഞാനിങ്ങനെ വിയർത്തിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്നു. ഐസ്ക്രീമൊക്കെ പുറത്തെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മെൽറ്റാവും. എനിക്ക് പക്ഷേ ഇതുപോലെ കുറച്ച് മെൽറ്റായിട്ട് വരുന്ന ഐസ്ക്രീമാണ് കേട്ടോ ഇഷ്ടം. ഒരുപാട് അങ്ങ് മെൽറ്റാവാത്ത കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുറുക്കിയാൽ മതി. പക്ഷേ അത് വേറൊരു ടെക്സ്ചറിലേക്ക് പോകും. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രത്യേക ടേസ്റ്റായിട്ടോ. അത് നമ്മുടെ സ്പാനിഷ് ടെല്ലിയുടെ ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന ആ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. എന്തായാലും നമ്മൾ ക്രീം കൊണ്ട് ഉണ്ടാക്കുന്ന ഐസ്ക്രീമിൻ്റെ ആ ഒരു ഇതൊന്നും വിചാരിക്കരുത്. എന്നാലും ഒട്ടും പുറകിലല്ല നമ്മുടെ ഈ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഐസ്ക്രീം. ക്രീം വെച്ചിട്ടൊക്കെ ചെയ്യുന്ന ഐസ്ക്രീം, പല ഐസ്ക്രീമുകളും നമ്മുടെ ചാനലിലുണ്ട്. ചിക്കോസ്റ്റൈൻ വാനില ഐസ്ക്രീം, ചിക്കോസ്റ്റൈൻ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഒരുപാട് ഐസ്ക്രീംസ് ഉണ്ട്. അതിൽ ഇത് വളരെ കുറഞ്ഞ ചിലവിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഐസ്ക്രീമാണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. കാരണം അത്ര എളുപ്പത്തിലല്ലേ നമ്മൾ ഉണ്ടാക്കിയത്. കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ.
ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ സ്കൂപ്പ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അതൊന്നുകൂടെ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഈ ബൗളിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ബൂസ്റ്റും കൂടെ വിതറി ഒന്നുകൂടെ ഒന്ന് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്കൂപ്പ് ചെയ്ത് എടുത്ത് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കില്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.